ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ സബീസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നല്ല മഴയുണ്ടായിരുന്നു. 7 മണി 7:30 ആയിട്ട് ഏകദേശം സമയമായിട്ടോ. അപ്പോൾ ഞാൻ ഈ നേരത്തല്ല എഴുന്നേറ്റ്, കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്. ചോറിനുള്ള തീയൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പം മഴയുള്ള ദിവസമായ കാരണം മഴയില്ലാത്ത നേരത്ത് നോക്കിയിട്ട് മുറ്റടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ മഴയൊക്കെ ഇങ്ങനെ കുറഞ്ഞു വന്നിട്ടുണ്ട്. ചെറിയ വെയിൽ നാളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വേണ്ടിയില്ല, വേഗം മുറ്റടിക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ ഇന്ന് ഞാൻ പൂരി ഉണ്ടാക്കാമെന്നാട്ടോ വിചാരിച്ചുള്ള ചായക്ക് കടി. ദിവസം പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്താണെന്നറിയില്ല, പൂരി കഴിക്കാൻ ഭയങ്കര ആഗ്രഹമെന്ന്. എന്നാൽ പിന്നെ ഇന്ന് പൂരി അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പൂരിയും അതുപോലെ ഞാൻ കുറച്ച് പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ മഴയൊക്കെ പോയി കഴിഞ്ഞപ്പോൾ എന്തായാലും മിറ്റടിക്കാമെന്ന് വെച്ചിട്ട് മിറ്റത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ അതേ നല്ല പപ്പടം പോലെ തന്നെ, പപ്പടത്തിൻ്റെ ആകൃതി, പപ്പടം എന്നല്ല കേട്ടോ, പപ്പടത്തിൻ്റെ ആകൃതിയിലാണ് ഞാൻ ഉണ്ടാക്കിയുള്ളത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് പൂരി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതേ അതിലേക്ക് വേണ്ട മസാലക്കറി, അതായത് ഉരുളൻകിഴങ്ങ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ചായക്കുള്ള വെള്ളം വെച്ചിട്ട്. ഇതാണ് കേട്ടോ ഞാൻ പൂരി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ എന്ന് തന്നെ പറയാം. അതേ ചോറിനുള്ള തീയൊക്കെ കൂട്ടിയത് കെട്ടിട്ടാണ് കേട്ടോ കിടക്കുന്നത്. അപ്പോൾ അതൊന്ന് കത്തിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും വെള്ളം നല്ല പോലെ തിളച്ചിട്ടുണ്ടായിരുന്നു. ഇനി അരി കഴുകിയിട്ടിടണം. അപ്പം ഞാൻ പൂരി ആദ്യമായിട്ട് ഉണ്ടാക്കണമെന്ന് പറഞ്ഞല്ലോ, സത്യമായിട്ടും ആദ്യമായിട്ട് തന്നെയാണ് കേട്ടോ. ചപ്പാത്തി ഇതുപോലെ ഞങ്ങൾ വേറെ വീട് വെച്ച് താമസിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ തന്നെ മര്യാദയ്ക്ക് പഠിച്ചത്. ചപ്പാത്തി എന്നല്ല, ചില കാര്യങ്ങൾ മാത്രമേ. എനിക്ക് പലഹാരങ്ങൾ അങ്ങനെ അങ്ങോട്ട് അധികമൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല. ഇപ്പോൾ പുള്ളിക്കാരൻ്റെ വീട്ടിൽ കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴായാലും അമ്മയ്ക്ക് എല്ലാതും അടുപ്പിച്ച് കൊടുക്കുക അമ്മയാണ് കേട്ടോ ചെയ്തിരുന്നത്. അമ്മ ഇപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കിയാലും പൂരിയൊക്കെ ഉണ്ടാക്കിയാലും അമ്മ ഉണ്ടാക്കുന്നത് ഭയങ്കര ടേസ്റ്റ് തന്നെ. ഇപ്പോഴും പുള്ളിക്കാരൻ പറയും കേട്ടോ, അമ്മ ഉണ്ടാക്കണ ചപ്പാത്തിയുടെ അത്ര വരില്ല നീ ഉണ്ടാക്കണ ചപ്പാത്തി. അത് സത്യം തന്നെയാണ് കേട്ടോ. എങ്ങനെ തല കുത്തി മറിഞ്ഞാലും അതുപോലെ ആകത്തില്ല. അതിപ്പോൾ റേഷൻ കടയിൽ നിന്ന് മേടിക്കുന്ന ഗോതമ്പ് പൊടി കൊണ്ടൊക്കെ ആയാലും അമ്മ ഉണ്ടാക്കണ ചപ്പാത്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. നേരെ തിരിച്ച് ഞാൻ റേഷൻ കടയിൽ നിന്നൊക്കെ മേടിക്കണ ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര കട്ടിയായിരിക്കും. അപ്പം ഞാൻ ഇപ്പോൾ മേടിക്കണ പൊടിയാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ആശീർവാദിൻ്റെ ആണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഉപയോഗിക്കണത്. അപ്പോൾ അത് ഇതുപോലെ ചെറിയ ഉണ്ടകളാക്കിയിട്ട് പ്ലാസ്റ്റിക് കവറുണ്ടല്ലോ, അതായത് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കണത്, അത് നല്ലപോലെ കഴുകിയെടുത്ത് അത് അതിൻ്റെ ഉള്ളിൽ ഇത് വെച്ച് ഇങ്ങനെ പരത്തി കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഈ മൂടി, പാത്രങ്ങളുടെ മൂടി ഉണ്ടല്ലോ, ശരിക്കും ഒരു പപ്പടത്തിൻ്റെ വലിപ്പമുള്ള ഒരു മൂടിയുണ്ട്, അത് വെച്ചിട്ട് അമർത്തിയിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് എടുക്കുക. അപ്പോൾ ഇതിനെല്ലാം വന്നു കേട്ടോ. അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്താക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത്. പക്ഷേ അടിപൊളിയായിട്ട് തന്നെ വന്നു. നല്ല പപ്പടം പോലെ തന്നെ ഇങ്ങനെ പൊള്ളച്ചിട്ടൊക്കെ വന്നു കേട്ടോ. അപ്പം ഞാൻ ഇന്ന് പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല കേട്ടോ ചായക്ക് കടി പൂരിയാണെന്നൊന്നും. ഒരു സർപ്രൈസ് പോലെ ഉണ്ടാക്കി വെച്ചതാണ്. ഞാൻ വിചാരിച്ചു സർപ്രൈസൊക്കെ കൊള്ളാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത്. പക്ഷേ നല്ല അടിപൊളിയായിട്ട് തന്നെ പൂരിയൊക്കെ വന്നിട്ടുണ്ട്. പൂരിക്കുള്ളത് എല്ലാതും പരത്തി വെച്ചിട്ട് ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ ഞാൻ ചുട്ടെടുക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് രണ്ടും കൂടിയിട്ടാവുമ്പോൾ പറ്റത്തില്ല എനിക്ക്. അപ്പോൾ അത് ആദ്യം ഞാൻ എല്ലാതും പരത്തി എന്നിട്ട് പിന്നെ ഓരോന്ന് ചുട്ടെടുക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ മസാലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഉരുളൻകിഴങ്ങ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുക്കറിൽ മസാലക്കറി ഉണ്ടാക്കുന്നത് ഉരുളൻകിഴങ്ങും അതുപോലെ സബോളയും ഒക്കെ ഇട്ട് ഇങ്ങനെ മിക്സിയിൽ അടിക്കല്ല കേട്ടോ ചെയ്യുന്നത്. ആദ്യം ഞാൻ ഉരുളൻകിഴങ്ങൊന്ന് വേവിച്ചെടുക്കും. അത് കഴിഞ്ഞ് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കും. പിന്നെ നമ്മുടെ നോർമലി തന്നെ ചീഞ്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച്, ഞാൻ ആദ്യം അത് വീഡിയോ ചെയ്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്ത് കടുക് പൊട്ടിച്ച് പച്ചമുളകും വേപ്പിലയും ഇഞ്ചിയൊക്കെ ഇട്ട് അതുപോലെ സബോള ഇട്ട് നല്ലപോലെ വഴറ്റിയെടുത്ത് പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടിയും അതുപോലെ സ്വല്പം മുളക് പൊടിയും ഇടും കേട്ടോ. എന്നിട്ട് ഒരു കളർ ചേഞ്ചിന് വേണ്ടിയിട്ടാണ്. ഈ ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് അതിലിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കുക. കുറേ അങ്ങോട്ട് വെള്ളമാക്കി എടുക്കണില്ല, ഒരു ചെറിയൊരു ലൂസാക്കിയിട്ട് നല്ലപോലെ ഒന്ന് കുറുകി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എനിക്ക് കൂടുതലും ഇതുപോലെ മസാലക്കറി ഉണ്ടാക്കാനായിട്ടോ ഭയങ്കര ഇഷ്ടം. അല്ലാതെ എല്ലാം കൂടി മിക്സ് ചെയ്ത് കുക്കറിലിട്ട് അടിക്കുക അങ്ങനെ ഉണ്ടാക്കണോണ്ട് എനിക്ക് ഇഷ്ടം തോന്നാറില്ല. ഇങ്ങനെയാകുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എനിക്ക് കൂടുതൽ ഇഷ്ടം തോന്നാനുള്ളത് ഇങ്ങനെ വയ്ക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഇതേ മസാലക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും ഇതേ പുള്ളിക്കാരെ എഴുന്നേറ്റ് ഉമ്മാർത്ത് കെട്ടിയിട്ടുണ്ടായിരുന്ന വലയൊക്കെ അഴിക്കുന്നുണ്ട്. അപ്പോൾ വലയുടെ കയറൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് അഴിച്ച് മാറ്റി പുതിയത് കെട്ടുകയാണ് കേട്ടോ. അപ്പോൾ അതേ ഞാൻ ഉമ്മാർത്തേക്ക് വന്നപ്പോൾ അതേ നമ്മുടെ ചെടികളൊക്കെ ഉണങ്ങിയ പോലെയായിട്ടാട്ടോ നിൽക്കുന്നത്. എന്താണെന്നറിയില്ല, വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, എന്നാലും ഇങ്ങനെ വാടിയിട്ടാണ് ഇരുന്നത്. പിന്നെ നമ്മുടെ കുഞ്ഞാറ്റക്കുട്ടൻ വലയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ സുന്ദരക്കുട്ടനായിട്ട് അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ പുള്ളിക്കാരൻ അതിൻ്റെ ആ കയറൊക്കെ അഴിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാനും കുറച്ച് നേരം ഇങ്ങനെ
അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറയുന്ന നേരത്താണ് പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ വന്നത്, എന്തായാലും ഒന്ന് അലക്കിയിടാം. പുള്ളിക്കാരൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടല്ലേ പിന്നെ ചായ കുടിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും ആ നേരം കൊണ്ട് അലക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പൊതുവേ എല്ലാ വീട്ടമ്മമാരും ചെയ്യുന്ന പോലെ തന്നെ ഒരു വെയിൽനാളം കാണുമ്പോഴേക്കും, മഴക്കാലത്ത് ഒരു വെയിൽനാളം കാണുമ്പോഴേക്കും എല്ലാ തുണികളും വലിച്ചു വാരി അലക്കാൻ കൊണ്ടുപോയിടും. എന്നിട്ട് ലാസ്റ്റ് അലക്കി തീരുമ്പോഴേക്കും നല്ല മഴക്കാരും വരും. അതാണ് സത്യത്തിൽ ഉണ്ടായത് കേട്ടോ. അപ്പം ഞാൻ വേഗം എല്ലാ തുണികളും വാരിപ്പൊത്തി അലക്കാൻ കൊണ്ടുപോയിട്ടു. അലക്കലോണ്ട് അലക്കലായിരുന്നു. അലക്കി പകുതി കഴിയുമ്പോഴേക്കും ആകെ മൂടി കെട്ടി തുടങ്ങി. നനച്ചത് നനച്ചു, എന്തായാലും മുകളിൽ കൊണ്ട് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ അധികം മഴ പെയ്തില്ല കേട്ടോ, ചെറിയ ചൂടോടക്കനെ. എന്നാൽ നല്ല വെയിലുമില്ല, മഴക്കാരും വെയിലൊക്കെ കൂടിയിട്ട് ഇങ്ങനെ മൂടി കെട്ടിയിട്ട് ഇങ്ങനെ നിന്നു. അപ്പോൾ എന്തായാലും ബെഡ്ഷീറ്റൊക്കെ അലക്കിയിട്ട് തോരിട്ടു. ഞാൻ ഇതൊക്കെ തോരിട്ട് കഴിയുമ്പോഴേക്കും പുള്ളിക്കാരൻ അവിടെ നിന്ന് വിളിച്ചു തുടങ്ങിയിട്ടാ ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട്. കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരക്കുട്ടനായിട്ട് താഴത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതേ ഞങ്ങൾ ഇനി ചായ കുടിക്കാം കേട്ടോ. ഇഷ്ടമായാ? ഇഷ്ടമായാ? അങ്ങോട്ട് നോക്കിട്ടെ. ഞാൻ പൂരി ഇഷ്ടമായോ എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞതാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കുന്നോളം പാത്രങ്ങളുണ്ട്. അപ്പോൾ ഇനി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ പുറത്തുനിന്ന് ഒരു വിളി കേട്ടിട്ടോ. വേറെ ഒന്നല്ല, ഹരിതകർമ്മ ചേച്ചിമാരാണ് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരൻ ആ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചിട്ടോ, എന്താ ഞായറാഴ്ച ദിവസമായിട്ട് വന്നത്? വേറെ ഒന്നല്ല, വേറെ ദിവസം ഞങ്ങളൊന്നും കാണത്തില്ല. അപ്പോൾ ഇതാവുമ്പോൾ ഞങ്ങളേക്കൊന്ന് കാശും മേടിക്കാമല്ലോ, സാധനവും കൊണ്ടുപോകാം. പക്ഷേ കവറുകളൊക്കെ നനഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. ഇനി അത് ഉണക്കിയിട്ട് വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ അവർ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ തലയിൽ ഹെന്ന ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ തലേ ദിവസം ഹെന്നയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പൊതുവേ എനിക്ക് ഹെന്ന ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തല തീരെ പൊന്തത്തില്ല കേട്ടോ, എന്നാലും ഞാൻ ചെയ്യും. പിന്നെ ഞാൻ കൈകൊണ്ട് തന്നെയാണ് കേട്ടോ ഹെന്ന ചെയ്യാറുള്ളത്. അപ്പോൾ അതേ കൈ കണ്ടോ ഇങ്ങനെ ചോന്നിരിക്കും, മൈലാഞ്ചി ഇട്ട പോലെയായിട്ട്. എത്ര കഴുകിയാലും അത് പോവില്ല. എന്നാലും കൈയൊക്കെ നല്ല വൃത്തിയാക്കി കഴുകി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്നലെ മീൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് മീൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു വറക്കാനായിട്ട്. അപ്പോൾ അത് എടുത്തൊന്ന് കായം പറ്റി വയ്ക്കുകയാണ്. പിന്നെ ഒരു കാബേജ് തോരനും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആ കാബേജ് അരിഞ്ഞു, അതുപോലെ തന്നെ അതിലേക്ക് പച്ചമുളകും തേങ്ങയൊക്കെ ചെരുകി വെച്ചു. പിന്നെ മീൻ കറി ഇന്നലെ ഞാൻ തേങ്ങ അരച്ചിട്ടല്ല കേട്ടോ വെച്ചിരിക്കുന്നത്, വെറുതെ മുളക് ഇടുക ചെയ്തത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇതുപോലെ യൂട്യൂബിൽ നോക്കിയിട്ട് തന്നെയാണ് വെച്ചത്. പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് പലഹാരങ്ങളൊന്നും അധികം ഉണ്ടാക്കാറില്ലെങ്കിലും ഇതുപോലത്തെ കറികളൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ. ഞാൻ വെറൈറ്റികൾ പരീക്ഷിക്കാറുണ്ട്. പിന്നെ എല്ലാ വീഡിയോസിലും പറയണ പോലെ തന്നെ എല്ലാ ഞായറാഴ്ചയും ഒരു ചാറുകറിയും ഒരു ഉപ്പേരിയും ഉണ്ടാവും കേട്ടോ. പിന്നെ എന്തെങ്കിലും ഇതുപോലെ വറുത്തത് എന്തെങ്കിലും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെൽ ബട്ടൺ അമർത്തിക്കോളൂ. എന്നാലാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ് കേട്ടോ. ഒരു ഞായറാഴ്ച ദിവസം മുടക്കുണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് തന്നെ കടന്നു പോകുന്ന പോലെ തോന്നുന്നുണ്ടോ? അത് ഒട്ടുമിക്ക പേർക്കും അങ്ങനെ തന്നെയായിരിക്കും, പ്രത്യേകിച്ച് ജോലിക്ക് പോകുന്നവർക്ക്. കാരണം തിങ്കൾ തൊട്ടിട്ട് ശനിയാഴ്ച വരെ ജോലിക്ക് പോയിട്ട് പിന്നെ ഒരു ദിവസമാണ് നമുക്ക് മുടക്ക് കിട്ടുക. പക്ഷെ ആ ദിവസം വളരെ പെട്ടെന്ന് കടന്നു പോകുന്ന പോലെയാണ് എനിക്ക് തോന്നാറുള്ളത്. അപ്പോൾ കറികളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് മാങ്ങ ഇരിക്കുന്നുണ്ട്, അത് ജ്യൂസ് അടിച്ച് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോഴത്തെ ഞാൻ ഒരു ഷോർട്ട് ചെയ്തിരുന്നു കേട്ടോ, മാങ്ങ ഷേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനകത്ത് എനിക്ക് മാങ്ങ തന്നത് എനിക്കല്ല, പുള്ളിക്കാരൻ്റെ കയ്യിലാണ് കൊടുത്തത്. മാങ്ങ കൊടുത്തത് സിനീച്ചിയാണ് കേട്ടോ. ഞാനിപ്പോൾ ആ പേര് പറയുകയാണ്. എനിക്ക് ആ ഷോർട്ടിൽ ആ പേര് പറയാൻ പറ്റിയിട്ടില്ല കേട്ടോ. അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞു, അടുക്കളയൊക്കെ ക്ലീൻ ആക്കിയിട്ടു. ഇനി കുളിക്കണം. കുളി കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും പുള്ളിക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു, ഭക്ഷണം എടുപ്പിച്ചു. പിന്നെ ഈ ഒരു വിളമ്പി തരുന്നതല്ലോ, ഈ ഒരു വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. ഞാനിതെല്ലാതും കൊണ്ടുവന്ന് വയ്ക്കുമ്പോഴേക്കും പുള്ളിക്കാരൻ എല്ലാതും ഇങ്ങനെ വിളമ്പി ഉണ്ടാവും. ഞങ്ങൾക്ക് 2 പേർക്കുള്ള പ്ലേറ്റിലും പുള്ളിക്കാരൻ വിളമ്പി ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഉച്ചത്ത് ഊണ് കഴിക്കുകയാണ്. അപ്പോൾ ഞായറാഴ്ച ഒരു ദിവസം ഉണ്ടെങ്കിൽ ഞങ്ങൾ പരമാവധി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ നോക്കാറുണ്ട് കേട്ടോ, പറ്റാവുന്ന പോലെ. കാരണം പുള്ളിക്കാരന് ഓട്ടമുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ കഴിക്കാനൊന്നും പറ്റില്ല. അപ്പം ഞാൻ വേഗം കഴിക്കും. അങ്ങനത്തെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൽ പോവാണ് കേട്ടോ. അപ്പം അച്ഛനുള്ള കുറച്ച് മീൻ കറിയൊക്കെ എടുത്ത് ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ റെഡിയൊക്കെയാണ്. പിന്നെ എൻ്റെ 2 വീലർ ഇടയ്ക്കൊന്നും സ്റ്റാർട്ടാവാത്തതിൻ്റെ പ്രോബ്ലം ഉണ്ട്. കാരണം മഴ പെയ്യുമ്പോൾ തണവ് കയറിയല്ലേ. അപ്പോൾ പുള്ളിക്കാരൻ അത് കിക്കർ അടിച്ച് തരികയാണ് കേട്ടോ. അങ്ങനെ അടിച്ച് ഇനി ഞാൻ എൻ്റെ വീട്ടിൽ പോവാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോസായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബായ്.